ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ദേ ഇന്ന് റമദാൻ 3 അൽഹംദുലില്ലാ. അങ്ങനെ ദേ രാവിലെ ഇടത്തരത്തിന് എഴുന്നേറ്റാട്ടോ. പിക്കാവ് കിടക്കണ്ട, പിക്കാവിനെ വിളിക്കാം. ഇപ്പോൾ രാവിലെ ഉമ്മച്ചി എൻ്റെ ഫോണിലായിട്ട് വിളിക്കുകയാണ് ചെയ്യാറ്, അലാറം വെക്കലൊന്നും ഇല്ല. അപ്പം ഞാൻ അങ്ങനെ എഴുന്നേറ്റ് പിക്കാവ് അത് എഴുന്നേക്കാനായിട്ട് അവിടെ കിടക്കണം. സമയം 4:50. പിക്കാവ് ഉറക്കപ്പിച്ചാൽ എന്തൊക്കെയൊക്കെയോ പറയാൻ കേട്ടോ, സമയം എത്രയായി വാണേ പോണേന്നൊക്കെ. അങ്ങനെ പിന്നെന്താ, ഇനിയിപ്പോൾ ഞങ്ങൾ പോകുമ്പോഴത്തേക്കും ഉമ്മച്ചി അപ്പച്ചൊക്കെ ഫുഡ് കഴിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും, എഴുന്നേറ്റ് ചെല്ലുമ്പോഴത്തേക്കും. പിന്നെ ഫുഡ് എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം കേട്ടോ. പിക്കാക്ക് പത്തിരിയും ബീഫ് കറിയും, എനിക്ക് സാധാ ചോറാട്ടോ ഇഷ്ടം. ചിലവർ ഇടത്തരത്തിൽ പത്തിരിയൊക്കെയല്ല കഴിക്കാറ്. അപ്പം നിങ്ങളൊക്കെ എന്താ കഴിക്കണമെന്ന് കമൻറ്റ് ചെയ്യട്ടോ. ഇവിടെ ഇക്കാവ് പത്തിരി, ഞാനും ഉമ്മച്ചിയും ചോറും. എനിക്ക് പത്തിരി ഇഷ്ടമല്ല ഇടത്തരത്തിന്. അപ്പം ഇതൊക്കെയാണ് ഇടത്താഴം. ഗൈസ്, എന്താണ് ഇടത്താഴം കഴിഞ്ഞു. ഇനിയിപ്പോൾ എന്തായാലും ബാങ്ക് വിളിക്കാൻ കുറച്ച് ടൈമും കൂടി ഉണ്ട്. അപ്പോൾ ആ സമയം കൊണ്ട് അടിച്ചു വരുവാണെങ്കിൽ ആ പണിയും കൂടി കഴിയും. പിന്നെ അത് ചെയ്യുമ്പോഴത്തേക്കും എന്തായാലും ബാങ്ക് കൊടുക്കും. പിന്നെ നമസ്കരിച്ചിട്ട് കിടക്കാം. അപ്പോൾ ഇതൊക്കെയാണ്. കവിടുണ്ട് കേട്ടോ, കിടന്നതല്ല, ഫോൺ കാണുന്നത്. പിന്നെന്താ, പിന്നെ അടിച്ചു വരിട്ട് വേണം. ഇപ്പോൾ രാവിലെ തന്നെ പണി തുടങ്ങിക്കോട്ടോ. അത് വേറെ ഒന്നുകൊണ്ടല്ല, രാവിലെ ഇപ്പോൾ രാവിലെ എൻ്റെ അടിച്ചു വരാൻ പറ്റാത്തതാണ് ഇപ്പം ചെയ്യണത്. ഇപ്പം അടിച്ചു വാരി കുളിച്ചിട്ട് നമസ്കരിച്ചിട്ട് കിടന്ന പിന്നെ അങ്ങനെ സുഖമായിട്ടാണ്. റേസ് അങ്ങനെ രാവിലെ കിടന്നുറങ്ങി കഴിഞ്ഞാൽ എഴുന്നേറ്റപ്പോൾ ഒരു 11 മണി കേട്ടോ. പിന്നെ വൈകിട്ട് ജ്യൂസ് അടിക്കാനുണ്ടായിരുന്നു. പിന്നെ ഇക്കാവ് വരുമ്പോൾ സ്നാക്സ് കൊണ്ടുവരും കേട്ടോ. അതുകൊണ്ട് ഞങ്ങൾ വീട്ടിലങ്ങനെ ഉണ്ടാക്കലൊന്നുമില്ല. ഇന്നലെയൊക്കെ മേടിച്ചുകൊണ്ട് ഇന്നും കൊണ്ടുവരാമെന്ന് പറഞ്ഞേക്കണം, ഇനി എങ്ങനെയാണെന്ന് അറിയില്ല. പിന്നെ പേരയ്ക്ക് ഉണ്ടായിരുന്നു, അപ്പോൾ അത് കട്ട് ചെയ്ത് വെച്ചു. ഇനി വാട്ടർമെലോൺ ജ്യൂസ് അടിക്കാനുണ്ട്. പിന്നെ എന്നുള്ള പോലെ തന്നെ പത്തിരി ഇറച്ചി, അതൊക്കെ ഉള്ളൂ കേട്ടോ. പ്രത്യേകിച്ച് സ്പെഷ്യലായിട്ടൊന്നുമില്ല. ഒരുപാട് പിന്നെ ഉണ്ടല്ലോ. നല്ല കാറ്റുണ്ട്. അതാണെന്ന് അതിൻ്റെ ഒന്ന് കാണും. ഇത് എവിടെന്ന മഴ ഇത്? എന്ത് മഴ പോയി. എവിടെ വെച്ചാ പെയ്ത? അത് നിങ്ങൾ നിർത്തിയൊന്നുമില്ല പോകുന്നു? വണ്ടി കണ്ട കറക്റ്റ് ഇപ്പൊ വന്നപ്പോ മഴ മാറിയിട്ടുണ്ട്. പക്ഷെ അങ്ങോട്ട് മഴ തുടങ്ങിയിട്ടുള്ളൂ, ഭയങ്കര മഴയാ. അതിന്റെ നനഞ്ഞു വന്നതാണ് ഗൈസ്. ഞാൻ വലിയ കാര്യത്തിന് കട്ട്ലേറ്റ് സമൂസ നോക്കി പോയി തുറന്നു നോക്കിയതാ. സാഗമീന് നോമ്പ് തുറക്കാൻ നോക്കാം. ഇതാ മേടിക്കാമേ. മഴ ഇല്ലായിരുന്നോ? ഇവിടെ ഇറങ്ങാൻ പറ്റുമോ? എന്താടി മോങ്ങണ നീ? കട്ട്ലേറ്റോ? കട്ട്ലേറ്റ് ഇല്ലായിരുന്നു അവിടെ ഒരിടയിലും. മഴയായിരുന്നു. ഇവിടെ ഇവിടെ ഇറങ്ങാന്ന് പറഞ്ഞാ, അപ്പൊ സമയം കിട്ടിയില്ല. സമയം കിട്ടാന്നില്ല, മഴ വേണ്ടി ഇറങ്ങിയില്ല. ഇതില് വെള്ളം ഒഴിച്ചാലാ? തണുത്ത വെള്ളം ഞാൻ ഒഴിച്ചാ ഒഴിച്ചോ? വെട്ടൂടഞ്ഞ ഞാൻ തീ വെട്ടല്ല ഒന്നിച്ച. പ്രത്യേകിച്ച് ഒന്നുമില്ല തന്നെ വെട്ടുന്ന ദിവസം. ആ വെള്ളം കുടിക്കാമോ പറഞ്ഞിട്ടെന്താ കുടിക്കാമേ? ആ കുടിച്ച ഇല്ലാത്ത മഴയാണ്, അതുകൊണ്ട് കറണ്ടും പോയി. ആ ഇതില് അതിൽ വിട്ടിട്ട് ഒത്തിരി ഉണ്ടാക്കണ്ടല്ലോ മന്തി ഞങ്ങക്ക്. പാക്ക് പറ്റില്ല, ഞങ്ങൾക്ക് മന്തി.
ഉമ്മച്ചിക്ക് മന്തി കുഴപ്പമില്ല, കഴിക്കാൻ പ്രശ്നമില്ല. പാപ്പാക്കല്ലേ താല്പര്യമില്ലാത്തുള്ളൂ മന്തിക്ക്. എന്നൊന്നും മന്തി തന്നെ കൊള്ളാവാ, മന്തി വല്ലപ്പോഴൊക്കെ കഴിക്കാനുള്ളൂ. ഇന്ന് മഴ ആയതുകൊണ്ട് മന്തി മേടിച്ചില്ല. ഇന്ന് മന്തി കഴിക്കാന്ന് പറഞ്ഞാ 2 ദിവസം കഴിയട്ടെ. മന്തിയുടെ ക്ഷീണം മാറ്റാം. എല്ലാ ദിവസവും മന്തി കൊള്ളാവാ. ഞാൻ നല്ല മന്തി തിന്നേ. പക്ഷെ എല്ലാ ദിവസവും പത്തിരി ആണെങ്കിൽ മടുപ്പില്ല അല്ലേ? ഇത്രയാണെങ്കിൽ അത്ര മടുപ്പ് ഫീൽ ചെയ്യില്ല. വീട്ടില് പോയപ്പോ മന്തി രാവിലത്തെ വീഡിയോ ആണെന്റെ രാവിലത്തെ പേരയ്ക്ക മുറിച്ചു പച്ചപ്പത് കത്തു. അല്ല, അത് പഴുത്തുണ്ട്, മൂത്ത് വരയ്ക്കുന്നത്. തൊണ്ടി തിന്നണ്ട. ആ വേരിന്റെ ഒരു പാടുണ്ട്. കുഴപ്പമൊന്നുമില്ല. വിറ്റാമിൻ തൊണ്ടി കഴിപ്പാ. നല്ല കട്ടയാണ് തൊണ്ടി. തൊണ്ടി നല്ല കട്ടയാണ്. ഞങ്ങളൊന്നും ഉണ്ടാക്കില്ല ഗൈസ്. ഇക്കാവ് വരുമ്പോ കൊണ്ടുവരുന്നു ഓർത്തു. ഇക്കാവ് വന്നപ്പോ മഴയായിരുന്നു, അതുകൊണ്ട് കട കയറിയില്ല, ഒന്നും കൊണ്ടുവരില്ല. ഇവിടെ നിന്ന് ഇവിടെ ഉണ്ടായില്ല. അങ്ങോട്ട് പോയില്ല. മതിയായി മഴ കൊണ്ടുവന്നത് മേടിക്കണ സ്രാഗമീൻ അതാണ് കൊണ്ടുവന്നത്. സ്രാഗമീൻ മേടിക്കാനായിട്ട് മഴ പെയ്തില്ല. മഴ പെയ്തില്ല. ഞങ്ങൾ ഇക്കാനെ പ്രതീക്ഷിച്ചിരിക്കണ്ടാവാണ് ഇന്നത്തെ തെളിവ്. ഇക്കാൻ തോന്നിയാ തോന്നുമ്പോ കൊണ്ടില്ല. ഞങ്ങൾക്കറിയാമോ, അങ്ങനെയാണ് ഞങ്ങൾ ഉണ്ടാക്കില്ലായിരുന്നു. ചൂടെ ചായ ഗ്ലാസ് കുടിക്കുക. ഇന്നിപ്പോ ചായ എന്നോട് പഞ്ചസാര തിരിച്ചു വന്ന് ആ തണുത്തോണേക്കാളും നല്ലതല്ല. ഈ സാധനം എനിക്ക് മതി. എനിക്ക് തണ്ണിമത്തൻ ജ്യൂസൊക്കെ വലിയ ഇഷ്ടമൊന്നുമില്ല. പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് പഠിച്ചു. എനിക്കും ഇഷ്ടം ഇതിനെ ചുമ്മാ മുറിച്ച് തന്നെയാ. ഇന്നെല്ലാരും നേരത്തെ എഴുന്നേറ്റ് പോയി, അല്ലെങ്കിൽ ഇതിന്റെ മുന്നിൽ നിന്ന് ആരും എഴുന്നേറ്റില്ല. ചെന്നൈക്കാളും മുമ്പ് നമസ്കരിക്കാനെന്ന് പറഞ്ഞ ഓടിയ ആളാ. ഇത് നമസ്കരിച്ചിട്ടില്ല, അവിടെ ഒന്നും ഇരിക്കണുള്ളൂ. പിന്നെ നമസ്കരിച്ചിട്ട് കാണാം. ഉണ്ടല്ലോ മച്ചിപ്പൂര് നല്ല വിശപ്പാട്ടാ. നിസ്കാരം കഴിഞ്ഞ് വന്നത് ചാടി. സാധാരണ 10 കഴിക്കാറുള്ളത്, ഒരു 10 എന്റെ പൊന്നെ ആനയാക്കോ തടിക്കാക്കോ. എന്താ എന്റെ 10 കഴിക്കാൻ ഒരു 10 ഉള്ളൂ. അപ്പൊ ഗൈസ് നോമ്പ് പറഞ്ഞതിന് ചുമ്മാ ഒന്ന് റൗണ്ട് അടിക്കാൻ പോണതാട്ടോ. അപ്പൊ ഈ വാലടിച്ചേരേട്ടാ. ഞങ്ങള് പോയി ചോക്കോബാറ് മേടിച്ചു. അച്ചിപ്പൂന്റെ അടുത്ത പരിപാടി കേട്ടത്. പൈസ സ്കരിച്ച് കഴിഞ്ഞ് വന്നത് അടുത്ത പരിപാടിയാണ് ഈ കാണുന്നത്. ഇപ്പൊ മാങ്ങ സീസണാണ്, അതുകൊണ്ട് നമ്മളിങ്ങനെയൊക്കെ തേച്ച് പിടിപ്പിച്ചിട്ട് കൂട്ടിലിട്ട് മാങ്ങ പൊരിക്കാൻ പോണോ? ഞാൻ പലത് കാണിക്കും. ഇവർക്ക് ആർക്കും വേണ്ടാന്ന് പറഞ്ഞത്. അപ്പൊ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ തിന്നും. ഇതിങ്ങനെ പെരട്ടി ഇതിനെ ഇങ്ങനെ ആക്കിയിട്ട്. ഓ, അതാണ് ഉദ്ദേശിക്കണത് താങ്കള്. ഈ ഇതിലിട്ട് ഇങ്ങനെ തല്ല് പൊടിച്ച് ഇതാക്കി എടുക്കൂല, പൊടിച്ചെടുക്കും. അപ്പൊ എല്ലാം സെറ്റപ്പ് ആകൂല, കൂടുതല സെറ്റ്.
ഇങ്ങനെ വെക്കണോ ഉള്ളിലിടണോ? ഈ കവറിലിട്ട് കഴിഞ്ഞാൽ കവറ് തെറിച്ചു പോവോ? ഇങ്ങനെ വയ്ക്കാം, ഇവിടെ വയ്ക്കാം. നമുക്ക് കുറച്ചും കൂടി തേക്കത്ത് മന്തി എന്നിട്ട് ഇവിടെ മീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ലൈവായിട്ട്. അതിൻ്റെ ഇടയ്ക്കൂടാണ് ഈ പരിപാടി. ഇതിന് എവിടെ ഇട്ട് അടിക്കണേ? അവിടെ അടിക്കില്ലേ? പൊളിച്ചോ? ഞാനിങ്ങനെ അടിച്ചു തരുന്നത് ശരിയല്ല. ഒരു പണിയാ ഇത് വെച്ച് ഇടിക്കിടിക്കുക. ഈ എൻ്റെ മാങ്ങയൊക്കെ പുറത്തുണ്ട്. അയ്യോ ഞാൻ മാങ്ങ നിലത്ത് വയ്യും. മാങ്ങാണ്ടി മാത്രം കാണുന്നുണ്ട്, ബാക്കി പകുതി മാങ്ങ റോട്ടിൽ പോയി. ഇങ്ങനെ ഇരിക്കണേ എന്നാ വെച്ചാ കുഞ്ഞ് കാണിക്കണേ? മാങ്ങണ്ടി ഇന്നു രുചിയുണ്ടോ? മാങ്ങട്ടിനെ ഞാൻ തിന്നെ. മാങ്ങണ്ടി ചതഞ്ഞു. ഇത് ശരിക്കും ആവണ്ടത് ഇങ്ങനെയെല്ലാം. ഇത് ഒന്നും കൂടെ ഒന്ന് നോക്കാം, നല്ല സെറ്റ് ആവുള്ളൂ. ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്തെടുത്തേ. മാങ്ങണ്ടി ഒന്നിടിച്ച് ഒന്നുകൂടി അടിക്കട്ടെ? കൈക്കിട്ട് അടിക്കരുത് കേട്ടോ. ഇല്ല, സെറ്റായാൽ മതി. കുറച്ചുകൂടി ഒന്നും അടിക്കാം. പുറത്തോട്ട് കൊണ്ടുവരല്ലേ മാങ്ങനെ. ഈ ഭാഗം കൂടി ഇത് രണ്ടും എന്താ അവിടെ കൈ മാറ്റിക്കോ. അത് ഇടിച്ചാൽ മതി. ഈ പയ്യെ അടിക്കണ എൻ്റെ വീട്ടിൽ കൊണ്ട് തെന്നിപ്പണി നോക്കാം. സെറ്റാ? മാങ്ങ ചമ്മന്തി ഉണ്ടാക്കിയ കവർ കണ്ടോ? ഓട്ടെ ഇപ്പം എന്തൊക്കെ ഇങ്ങനെ ഇരിക്കണ ഒരു പണി ചെയ്യാം. ഇതെല്ലാം വാരി ഇന്നത്തേക്ക് ഇടാം, വേറെ പാത്രത്തിലിട്ട് തിന്നാം. തിന്നാൻ ഉണ്ടാക്കിയാണോ? ഞാൻ തിന്നണ്ട, ഞാൻ തിന്നോളാം. നമുക്ക് ഇങ്ങനെ കൊണ്ടുപോകാം. ഇതാണ് മാങ്ങ. എന്ത് ഇത്? ഇടിച്ചത് മാങ്ങ ഇടിച്ചത്. ഇതാണ് ഞാൻ എല്ലാ പ്രാവശ്യവും ഉണ്ടാക്കണം. എപ്പോഴും ഇവള് പരീക്ഷിക്കണം എന്നെ കേട്ടോ. പരീക്ഷിക്കാൻ പറ്റിയ സാധനം. എപ്പോഴും എന്ത് പരീക്ഷിച്ചാലും നല്ലതാണെന്ന് വെച്ചാൽ കുഴപ്പമില്ല. കുഴപ്പമില്ലാന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്നാന്ന് പറയാം. കുഴപ്പമില്ലാന്ന് പറയണതിന്റെ അർത്ഥം എന്നാ? അത്ര നല്ലതല്ല. നല്ലതാണെങ്കിൽ നല്ലതാന്ന് പറയും. പരീക്ഷ എളുപ്പമാണെന്ന് വെക്കുമ്പോഴല്ലേ ഞാനൊക്കെ എങ്ങനെ പറയാം, പാടാണെങ്കിലും കുഴപ്പമില്ലാന്ന് പറയുള്ളൂ. എന്തിനാ പാടായതുകൊണ്ട് എല്ലാവരും അങ്ങനെയല്ലേ കമന്റ് ചെയ്യട്ടോ. സെറ്റപ്പ് ആയിട്ടുള്ള അത്ര പറഞ്ഞാൽ നിക്കാക്ക് എന്താ സെറ്റപ്പ് ആയിട്ടുള്ള ഞാൻ പ്രതീക്ഷിച്ച ഒരു സംഭവം വെച്ചത് വേറെ കിട്ടിയപ്പോ വേറെ ആയിട്ട് കിട്ടിയത് പറ്റിയില്ല. ഞാൻ ഉണ്ടാക്കിയത് ശരിയായില്ല. എനിക്കവിടെ കണ്ണൂരും കാണണ്ടായില്ല. ഇനി ഇപ്പൊ എന്ത് കാക്ക തന്നാലും കൊള്ളൂലായിരിക്കും, കാരണം കാന് വയറ് ഫുള്ളായിട്ടിരിക്കും. അപ്പൊ ഗൈസ് ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വിശേഷങ്ങള്. അപ്പൊ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് നാളെ കാണാം. പറ, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യട്ടോ. ലൈക്കും ഷെയറും കമന്റും ബെല്ലൈക്കനും എല്ലാം ചെയ്തേരെ. അപ്പൊ നെക്സ്റ്റ് വീഡിയോ കാണാം. ടാറ്റാ.